ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ മാത്രമല്ല നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാക്കറ്റ് നൂഡിൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മിക്സ്ചർ വേണം അതിനനുസരിച്ച് പാക്കറ്റ് എടുക്കാം കേട്ടോ. ഒന്ന് മതിയെങ്കിൽ ഒന്ന് എടുത്താലും മതി. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ മിക്സ്ചർ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വേണ്ടത് പച്ചക്കടലയാണ്, അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മീഡിയത്തിലിട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്നാവും, പക്ഷേ അത് കറക്റ്റ് നമുക്ക് നമ്മൾ മിക്സ്ചർ കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ല കടിക്കുന്ന പരിവാവില്ല, അതുപോലെ ആവണം. അല്ലെങ്കിൽ ഇതൊരു പച്ച പോലെ ആയിട്ട് കിട്ടുക കേട്ടോ, കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ ആ മീഡിയത്തിൽ ഫ്ലെയിം ഇട്ട് വേണം ചെയ്യാൻ. അതിന് ശേഷം നമ്മൾ പൊട്ടുകടല ഇട്ട് കൊടുക്കണം. അതും ഇതുപോലെ നല്ല ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം. ഇത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മൾ മിക്സ്ചർ കഴിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു പച്ച കടിക്കുന്ന പോലെ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാവുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. ഒന്നെടുത്ത് നോക്കിയിട്ട് നമ്മൾ കടിച്ച് നോക്കുക. അപ്പം മിക്സ്ചറിലൊക്കെ ആവുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അത് ആകുമ്പോൾ തന്നെ ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്, അപ്പോൾ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടല ഫ്രൈ ആയിട്ട് എടുത്ത് മാറ്റി അതിന് ശേഷം ഒരു 4-5 ഉണക്കമുളക് പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകും കരിയാതെ ശ്രദ്ധിക്കണം. അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാലോ മിക്സ്ചർ കഴിക്കുമ്പോൾ അതിൻ്റെ ആ മുളകൊക്കെ കടിക്കുന്ന കൂട്ടത്തിൽ ടേസ്റ്റ് വേറെ തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്രൈ ആവുന്ന സമയത്ത് അതെടുത്ത് മാറ്റുക. ഒരുപാട് അങ്ങോട്ട് കരിയാൻ നിൽക്കരുത്. അപ്പോൾ അതെടുത്ത് മാറ്റുന്നുണ്ട്. ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കൂടുതൽ കറിവേപ്പിലയാണ്. കറിവേപ്പില പെട്ടെന്നാവും, ഇട്ടത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ കറിവേപ്പില ആയിട്ടുണ്ട്. നല്ല വെള്ളം വാർന്നിട്ട് വേണം ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അത് എണ്ണയിൽ പൊട്ടിത്തെറിക്കുക. അതിന് ശേഷം 5-6 ചുവന്നുള്ളി നമ്മൾ തൊലി കളയാതെ ഒന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതി, ഓവറായിട്ട് ചതക്കണ്ട. അതും ഇതുപോലെ തന്നെ നല്ല ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ പച്ച ചുവന്നുള്ളി നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ പച്ച ചുവന്നുള്ളി ആയിട്ട് കടിക്കുക. നല്ല ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല ടേസ്റ്റ് കഴിക്കാൻ. നല്ല ഫ്രൈ ആയതിനു ശേഷം തന്നെ എടുത്ത് മാറ്റുക. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടാൻ നോക്കുക, ഹൈയിൽ ഇടല്ലേ. ഇതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടത് നൂഡിൽസ്. ഒരു പാക്കറ്റ് നൂഡിൽസ് ഇതുപോലെ നടു പൊളിച്ചതാണ് ഞാൻ. ഇതൊരു പാക്കറ്റ് ഞാൻ പൊട്ടി കൊടുക്കണം. ഹാഫ് ആ പൊട്ടിച്ചതിൻ്റെ നമുക്ക് അങ്ങനെ ഇടണ്ട, ഒരു പീസ് ഉണ്ടാവും, ഒരു കട്ട, അത് 2 പീസാക്കിയതാണ് കേട്ടോ. അത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അതും ഒരുപാട് കരിയരുത്, മീഡിയത്തിലിട്ടിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചിട്ടാൽ ഫ്രൈ ആയി നമുക്ക് അറിയാൻ പറ്റും. അതാ ഒരു കളറ് മാറിയില്ലേ, ഈ രീതിയിലാവുമ്പോൾ എടുത്ത് മാറ്റട്ടെ. ഇതേപോലെ തന്നെ ആ മറ്റൊരു പീസും ഇപ്പോൾ ഒരു പാക്കറ്റ് ആട്ടോ, ഒരു പാക്കറ്റിൻ്റെ അടുത്ത് കാണിക്കുന്നത് അതെടുത്ത് മാറ്റും. ഇതേപോലെ തന്നെ ഞാൻ അടുത്ത പാക്കറ്റ് ഇതേപോലെ തന്നെ നടു പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇനി ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ, കരി ഇടുന്നത് മാത്രം. അതിൻ്റെ ബാക്കിയുള്ള പൊടികളും പാക്കറ്റത്തെ പൊടികളും ഞാൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നൂഡിൽസൊക്കെ ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് നട്ടില്ല അമർത്തി പൊടിയാക്കി കൊടുക്കുക കേട്ടോ. നല്ല അമർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയായിട്ട് ചെറിയ പൊടികളായിട്ട് കിട്ടും. നല്ല ചെറിയ പൊടികൾ വേണ്ടെങ്കിൽ ചെറുതായിട്ട് വലിയ പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അമർത്തിയാൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നല്ല ഫ്രൈ ആയതല്ലേ. എല്ലാം പൊടിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച കടല, കറിവേപ്പില, വെളുത്തുള്ളി അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പൊടികളാണ്. നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചുള്ള എരിവ് നമുക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നൂഡിൽസിന് ഉപ്പ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ക്രിസ്പിയാണ്. സൗണ്ട് കേട്ടില്ല, അങ്ങനെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല സൗണ്ട് കാണാൻ അത്രയ്ക്ക് നല്ല ക്രിസ്പിയാണ്, നല്ല സ്പൈസി. നമ്മൾ ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച് സ്പൈസി ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നൂഡിൽസ് പാക്കറ്റിലൊരു പൗഡർ കിട്ടില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ടേസ്റ്റ് അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ആ പൊടിയെ യൂസ് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, വേറെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നൂഡിൽസ് എന്നുണ്ടാക്കി കഴിക്കുന്നില്ല, അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മിക്സ്ചർ അടിപൊളി മിക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ കടയിൽ നിന്ന് വെറുതെ വാങ്ങണ്ട, ഇത് നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.